സ്റ്റാർ കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്നറിയോ? ഈ സ്നേഹപ്രകടനം ആൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ ഹലോ ഗൈസ് പറയുന്നതൊക്കെ. അപ്പം അത് കാണാനും അതിൽ പങ്കുകൊള്ളാനും വന്നിരുന്നതാണ്. നന്ദുപ്പി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിൽക്കാൻ വന്നേക്കാണ്. വെക്കേഷനല്ല, അവൾ സ്കൂളിൽ പോയി തുടങ്ങുകയുള്ളൂ ഈ വർഷം തൊട്ട്. അപ്പോൾ അവൾ ഇവിടെ നിൽക്കാൻ വന്നേക്കാണ് കേട്ടോ. അത് കാണിക്കാൻ പാടില്ല. അപ്പോൾ അതേ നന്ദുപ്പി ഇവിടെ വീട്ടിൽ നിൽക്കാൻ വന്നപ്പോൾ അവൾക്ക് ഹലോ ഗൈസ് ഒക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളുടെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഫ്രോക്ക് സ്റ്റിച്ചിങ് ആണ്. അത് നമ്മുടെ പൂരത്തിൻ്റെ കോസ്റ്റ്യൂം അല്ലേ, അത് ആ കോസ്റ്റ്യൂമിൻ്റെ ഫ്രോക്ക് ഡിസൈൻ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നോക്കണത്. അപ്പോൾ അത് നമ്മളൊരു ഫ്രില്ലഡ് ഫ്രോക്കാണ്, സൈഡിൽ 2 ഫ്രില്ല് വെച്ചിട്ടുള്ള ഫ്രോക്കാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയ്ക്ക് കാണുന്നാലോ. അത് പറയും. അപ്പോൾ നമ്മളൊരു 1-1.5 വയസ്സ് പ്രായം വരുന്ന ഒരു കുട്ടികളുടെ അളവിലുള്ള സ്കേർട്ടാണ്, അല്ല ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 മീറ്റർ തുണിയാണ്. 1/2 മീറ്റർ തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നന്നായി അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ലൂസായിട്ട് ഫ്രീ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ സ്കേർട്ട് ഫ്രോക്കിൻ്റെ സ്കേർട്ട് ഭാഗം 11.5 ഇഞ്ച് ഇറക്കത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ 11.5 ഇഞ്ച് ഇറക്കത്തിൽ 2 കഷ്ണമായിട്ട് നമ്മൾ മടക്കിയിട്ട് അത് കട്ട് ചെയ്തു. ഇതിപ്പോൾ 2 കഷ്ണം ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ളത് 2 കട്ട് ചെയ്ത് മാറ്റി. ബാക്കി നമുക്ക് ഇത്ര തുണിയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ ബോഡി ഭാഗം ബാക്കി എല്ലാത്തിനുള്ളത് കട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ബോഡി ഭാഗം അളന്ന് നോക്കാം. ബോഡി ഭാഗം കറക്റ്റ് 9 ഇഞ്ചാണ് ഇറക്കാൻ വേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് ഉണ്ട്. പിന്നെ തയ്യൽ തുമ്പൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് തന്നെ ബോഡി വെട്ടിയെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വണ്ണം കൊടുത്തു. വണ്ണം വരുന്നത് ഒരു 9 ഇഞ്ചാണ്. അതായത് തയ്യൽ തുമ്പ് അടക്കം 9 ഇഞ്ച് ഇട്ടാം. അപ്പം ഇതിൻ്റെ ഇടയിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാം. അത് മോളുടെയാണ്. അവൾ എന്തായാലും നമ്മുടെ പിന്നാലെ നിന്ന് മാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ണം നമ്മൾ കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി വരുന്ന തുണി കട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്കിനി ഇതിൽ വേണം നമുക്കിനി എന്താണ് നമ്മുടെ ബോഡി ഭാഗം. ഇത് 2 ഭാഗം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അടിയൊക്കെ ഒന്ന് ശരിയാക്കാം. അവർ തുണി തന്നതിൽ വെട്ടിയതിൽ കുറച്ച് വളവും ചെരുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തയ്ക്കാൻ വെട്ടുമ്പോൾ കറക്റ്റാക്കി വെട്ടണം. അപ്പോൾ അങ്ങനെ കറക്റ്റാക്കി വെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വേണം മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് ബാക്കി കഴുത്തും കൈയൊക്കെ വെട്ടാൻ വേണ്ടി. അപ്പം ഞാൻ വിചാരിച്ചത് അപ്പുറത്തെ ഭാഗത്ത് വരച്ച് കഴിഞ്ഞാൽ കാണില്ല. നമ്മുടെ ചോക്കിൻ്റെ കളറും ബ്ലൂ ആണ്. ഞാൻ വൈറ്റ് ഭാഗത്തേക്ക് മറിച്ചിടാണ് കേട്ടോ. ഇതൊരു പോളിസ്റ്റർ തുണി പോലത്തെ തുണിയാണ്, അത്ര കോട്ടൺ തുണിയൊന്നും അല്ല കേട്ടോ. ഇനി നമുക്ക് 4 ഇഞ്ചിൽ നമ്മളൊരു വര വരച്ചു. അതായത് നമ്മുടെ എന്താ പറയുക, കഴുത്തിന് നെക്ക് വരയ്ക്കണ ഭാഗത്തുനിന്ന് 4 ഇഞ്ചിൽ ഒരു ഇത് വരച്ചു. അതിന് ശേഷം ഇനി 3.5 ഇഞ്ചിൽ നമുക്ക് കൈക്കുഴി കൊടുക്കണം. 3.5 ഇഞ്ച് മതി. 4 ഇഞ്ചിൽ നമ്മുടെ ഷോൾഡർ കൊടുക്കുക. 3.5 ഇഞ്ചിൽ കൈക്കുഴി കൊടുക്കുക കേട്ടോ. അത്ര വേണ്ട, ഇവർക്ക് ഓവറാവില്ല. നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ കറക്റ്റ് 4 ഇഞ്ചിൽ അടിയിൽ മുകളിലൊക്കെ കൊടുത്ത് 3.5 ഇഞ്ചിൽ കൈക്കുഴി വരയ്ക്കുക. അതിന് ശേഷം അപ്പോൾ നമുക്കൊരു സ്ക്വയർ പോലെ കിട്ടിയിട്ടുണ്ടാവും. ആ സ്ക്വയറിൻ്റെ ഒരു മൂലയ്ക്കിൽ നിന്ന് 2 വരകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ മൂലയ്ക്കിൽ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് മുകളിലേക്ക് ഒരു വര കൊടുക്കുക. ഒരു പോയിൻ്റ് ഇട്ടാലും മതി. ആ 1.5 ഇഞ്ച് പോയിൻറ്റിലൂടെ വേണം നമുക്ക് ഇങ്ങനെ ഒരു കൈക്കുഴി ആം ഹോൾസ് വരച്ച് കൊടുക്കാൻ വേണ്ടി. ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ഇതുപോലെ ഞാൻ ഇനി സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഉണ്ട്, ഞാൻ അപ്പോൾ അതൊന്നും എടുക്കാൻ നിന്നില്ല. അതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ കൈക്കുഴി വെട്ട് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം വിചാരിച്ച മോഡൽ ഈ ഫ്രില്ലഡ് കുർത്ത തന്നെ, അല്ല ഫ്രോക്ക് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യം വിചാരിച്ച വേറെ മോഡലായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ മാറ്റി, തുണി കുറവായത് കൊണ്ട്. അതിനുശേഷം അടിയിലൊന്ന് 2 സ്റ്റിച്ചിങ് വരുന്ന 2 ഭാഗത്തേക്ക് ഒന്ന് കയറ്റി പിടിച്ചിട്ട് ഒന്ന് ചെരിച്ച് ഇതേപോലെ ഒന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചില്ല വീഡിയോയിൽ, അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ കട്ടിങ് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്നത് ചിലപ്പോൾ അതും കൂടെ ആകുമ്പോൾ യോജിച്ച് പോവില്ല കേട്ടോ. അതിനുശേഷം കഴുത്താണ് നമ്മളിനി വരയ്ക്കാൻ പോണത്. കഴുത്ത് 2 ഇഞ്ച് വീതി 2 ഇഞ്ച് ഇറക്കത്തിൽ കഴുത്ത് വരയ്ക്കുക. ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ചതുരം വേണമെങ്കിൽ ചതുരം എടുക്കാം, അല്ലെങ്കിൽ വട്ടനാക്കാം. ഞാൻ വട്ടനാണ് കൊടുത്തത്. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയും കൂടിയാണ് ഞാൻ വട്ടം കൊടുത്തത് കേട്ടോ. ഞാൻ കാണുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് പാനോണ്ടൊന്ന് അടയാളപ്പെടുത്തിയാണ് ഞാൻ അതിൽ കൂടെ ഒന്ന് കഴുത്തും കൂടെ വെട്ടുക. അത് കഴിഞ്ഞാൽ
അതും ഓൾമോസ്റ്റ് സെറ്റായിട്ട്. ഇത്രയും നമുക്ക് ഇതിൻ്റെ ബോഡി ഭാഗത്ത് കട്ടിങ് വരുന്നുള്ളൂ. ഇതേ കഴുത്ത് ഞാൻ അതുകൂടെ ഒന്ന് വെട്ടി കൊടുക്കാം. ഇപ്പം ഇത് ഇത്രയാണ് നമ്മുടെ ബോഡി ഭാഗത്ത്. ഞാൻ ഫ്രണ്ടും ബാക്കും ഒരേ അളവിന് തന്നെയാണ്, വേറെ അളവ് ഒന്നും മാറ്റണില്ല. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുമ്പോഴേക്കിന് മുന്നേ ബാക്ക് ഭാഗത്തെ നെക്കിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് താഴേക്ക് ഒരു കട്ടിങ് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് കടക്കാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ കഴുത്ത് ചിലപ്പോൾ കുടുസായി പോകും. അപ്പം അവിടെ ഒരു ഹുക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഫുൾ കട്ട് ചെയ്ത് സിബ് വെക്കണമെങ്കിൽ സിബ് വെക്കാം കേട്ടോ. അത് നമ്മുടെ ചോയ്സാണ്. ഇനി നമുക്ക് നെക്ക് അടിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു നീളനെ ഒരു കഷ്ണം വെട്ടുക, അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് വെട്ടിയിട്ട് മടക്കടിച്ച് കഴുത്തടിക്കണം തന്നെയാണ്. നമ്മളെല്ലാം ഇതിലും ചെയ്യുന്ന പോലെ തന്നെയാണ്. ക്രോസ് ആക്കിയിട്ട് മടക്കടിക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നീളനെ ചതുരനെ കട്ട് ചെയ്ത് അത് മടക്കടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കഴുത്തിൽ വെച്ച് ചെറുതായി ഫ്രില്ലിട്ട് കൊടുത്ത് വട്ടനാക്കി ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യം സുഖമായിട്ട് നടക്കും. അപ്പം ഇങ്ങനെ ബാക്ക് നെക്ക് വെച്ചു. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാ ചെറിയ കട്ടിടില്ലേ അതേപോലെ നെക്കിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മറിച്ച് പതിച്ചടിക്കാം. പതിച്ചടിക്കുമ്പോൾ 2 അടി അടിക്കാം. അതായത് തുമ്പത്ത് കൂടി 2 തുമ്പത്ത്, അതായത് കഴുത്തിൻ്റെ തുമ്പത്ത് കൂടി കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് 2 അടി അടിക്കണമെങ്കിൽ അടിക്കാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് മതിയെങ്കിൽ ഒറ്റയടി ചെയ്യാം. അതൊക്കെ നമുക്ക് ഇഷ്ടമാണ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം 2 അടി അടിച്ച് ഇത്തിരി സെക്യൂർ ആയോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ എല്ലാം 2 അടി അടിക്കും. അപ്പോൾ ബാക്കിനൊക്കെ അടിക്കുമ്പോൾ ആദ്യം 2 അടിക്കും. ഇനി ഫ്രണ്ട് വയ്ക്കാം. ഫ്രണ്ടും ഇതേപോലെ തന്നെ വെച്ചു. ഫ്രണ്ട് അടിച്ചതിന് ശേഷം മറിച്ചടിക്കുന്നതിന് മുന്നേ ഷോൾഡർ കൂട്ടണം കേട്ടോ. ഇത് ഷോൾഡർ നമ്മൾ പതിവ് പോലെ തന്നെ പുറത്തേക്ക് സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ തന്നെയാണ് കൂട്ടണത്. ഷോൾഡർ അടിക്കുമ്പോൾ അത് 2 അടി അടിക്കുക. ഒരു 1/2 ഇഞ്ച് ഇറക്കത്തിൽ അടിച്ചാൽ മതി ഷോൾഡർ കേട്ടോ. അപ്പോൾ അത് സെറ്റായി കിട്ടും. അങ്ങനെ 2 ഷോൾഡറും നമ്മൾ 2 അടി വീതം അടിച്ച് ഇനി മറിച്ച് ഇടാം. മറിച്ചിടുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട് നെക്കും മറഞ്ഞു പോവും. എന്നിട്ട് പിന്നെ അവിടെ 2 അടിയും കൂടെ ഫ്രണ്ട് നെക്കിലും കൊടുക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഈ കഴുത്ത് വെച്ച പോലെ തന്നെ 2 കൈക്കുഴിയും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ കൈക്കുഴിയും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈക്കുഴി 2 ആം ഹോൾസ് വെട്ടിയിട്ടുണ്ടായിരുന്നല്ലേ, അത് രണ്ടും ഇതേപോലെ തന്നെ നല്ല പുറത്തേക്ക് ഇട്ടിട്ട് ഒരു കഷ്ണം തുണി വെച്ച് റൗണ്ടിനെ അടിച്ചിട്ട് പുറത്തേക്ക് മടക്കി ഇതേ തുമ്പത്ത് കൂടെ 2 അടി അടിക്കുക. അതേപോലെ കട്ട് ചെയ്തിട്ട് വേണം മടക്കി അടിക്കുക കേട്ടോ. എന്നാലാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മടങ്ങാൻ സുഖത്തിനാണ്, നല്ല സുഖമായിട്ട് നല്ല വൃത്തിയിൽ വരാൻ കൂടിയാണ് നമ്മളവിടെ മടക്കി അടിക്കണത്. അപ്പം അങ്ങനെ മടക്കിയിട്ട് 2 സ്റ്റിച്ച് വീതം കൈമ കൊടുക്കാം. കൈമ കാണില്ല, അതായത് കൈയിൻ്റെ അവിടേക്ക് ഫ്രില്ല് വരും. അപ്പം നമുക്ക് കാണില്ല, നമ്മൾ ഫ്രില്ല് വെക്കണ്ടല്ലോ. ആ ഫ്രില്ല് വരുമ്പോൾ നമ്മളെ കൈ കാണില്ല. എന്നാലും 2 അടി അടിച്ച് നമുക്ക് ഒരു ഭംഗി കൊടുക്കാം, ഭംഗിക്ക് ഇതായി കൊടുക്കാം. അങ്ങനെ 2 കൈകളും അതേപോലെ തന്നെ 2 കൈക്കുഴിയും ചെയ്യണം. അത് കഴിഞ്ഞാൽ അവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആവും കേട്ടോ. അതെ, അപ്പം അങ്ങനെ ഇതേപോലെ തന്നെ അപ്പുറത്തെ കൈ വയ്ക്കും. ഇനി നമുക്ക് ആ ഫ്രില്ല് വെക്കാം. ബാക്കിയുള്ള തുണി കൊണ്ട് ഞാൻ നീള തന്നെ 2 ഒരേ അളവിൽ വെട്ടി. ഇനി നമ്മുടെ ബോഡിയുടെ ഫുൾ ഇറക്കം നോക്കുക. ആ ഇറക്കത്തിലേക്ക് ഈ 2 കഷ്ണം തുണീനും ഫ്രില്ലിട്ട് കൊടുക്കുക. അതാണ് വേണ്ടത്. അപ്പം ഞാൻ തികയോ ഫ്രില്ലൊക്കെ ഉണ്ടാവുമോ നോക്കിയതാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഉരിഞ്ഞു പോരുന്ന തുണിയായത് കൊണ്ട് തന്നെ തുമ്പൊന്ന് മടക്കി അടിക്കണം. ഇതിങ്ങനെ ഊരിപ്പോരും, അല്ലെങ്കിൽ നൂലിങ്ങനെ എപ്പോഴും ഇതായി നിൽക്കും. അപ്പം ഞാൻ 2 ആ കഷ്ണം തുണികളുടെയും തുമ്പ് ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് അത്ര വീതിയുടെ ആവശ്യമില്ല. വീതി കൂടി കഴിഞ്ഞാൽ വല്ലാണ്ട് ബോഡി ഫുൾ നിറഞ്ഞ് ഫ്രില്ലായി നിൽക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ ആ വീതിയൊക്കെ കുറച്ച് ഇത് 2നും ഫ്രില്ലൊക്കെ ഇട്ട് ഇനി നമുക്കത് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് അളവെടുക്കുക. സെൻറ്റർ ഭാഗം എവിടേക്കൊക്കെ വേണ്ടതെന്ന് 2 വശത്തും തുല്യ അളവിൽ നിൽക്കണ്ടേ, അല്ലെങ്കിൽ ഒരു വശത്ത് കയറി ഇറങ്ങി നിന്നാൽ അപ്പോൾ 2 നടു കണ്ടുപിടിക്കുക നമ്മുടെ ബോഡിയുടെ. ആ നടുവിൻ്റെ നിന്ന് 2 ഭാഗത്തേക്കും തുല്യ അളവിൽ കൊടുക്കാം. ഞാനൊരു 3 ഇഞ്ച് ഇതിലാണ് നടു സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 3 ഇഞ്ച് വെച്ചിട്ടാണ് കൊടുത്തിട്ട് അതുകൂടെ വരച്ചിട്ട് ആ വരയമ്മ കണ്ടോ, ആ വരയമ്മ കൂടിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. നല്ലപ്പുറം ഫ്രില്ലിൻ്റെയും ബോഡിയുടെയും അതായത് നമ്മുടെ ബോഡിയുടെയും മെയിൻ ക്ലോത്തിൻ്റെയും നല്ല പുറങ്ങൾ തമ്മിൽ കൂട്ടിയിട്ടിട്ട് 2 സ്റ്റിച്ച് ചെയ്ത് അടിക്കുക. വലിച്ച് നമ്മൾ 2ൻ്റെ അളവ് ഒരേപോലെ ഫ്രില്ലായി കൊടുക്കണം. അപ്പോൾ അത് നന്നായി വലിച്ച് പിടിച്ചടിക്കണം. ഫ്രില്ല് എന്നാലാണ് വൃത്തിയിൽ നിൽക്കുള്ളൂ. വലിച്ച് പിടിച്ച് ഒരേ അളവിന് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ 2 സ്റ്റിച്ച് എന്തായാലും വേണം. അവിടെയൊക്കെ പിടിച്ച് വലിക്കുമ്പോൾ പെട്ടെന്ന് കയറും. 2-3 സ്റ്റിച്ചിട്ടാൽ അത്രയും നല്ലതാണ് കേട്ടോ. അതേപോലെ 2 സൈഡും ഒരേ മാതിരി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ഫ്രില്ല് വെക്കലും
കഴിയും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രില്ല് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പാവണം. ഫ്രണ്ടിലും ബാക്കിലത്തെയും ബോഡിയുടെ മെയിൻ ക്ലോത്തിൻ്റെ തുമ്പ് ഭാഗങ്ങൾ തമ്മിൽ ഒപ്പായിട്ട് വേണം നമ്മൾക്കത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ അത് ഫ്രില്ല് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏറ്റക്കുറച്ചിൽ വരും. അതുപോലെ തന്നെ അടിഭാഗങ്ങൾ എന്താ പറയുക, ഫ്രില്ലിൻ്റെ ഒരേ അളവിൽ തന്നെ ഫ്രില്ലിട്ടിട്ട് പോകണം കേട്ടോ. ഫ്രില്ലിടുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ അളന്ന് നോക്കി കറക്റ്റ് അളവിൽ തന്നെ ഫ്രില്ലിട്ട് കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് അടിയൊക്കെ ഒന്ന് ഒപ്പം പിടിച്ച് ഒരുമിച്ച് വെക്കുക. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക കേട്ടോ. ബോഡി ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് ഭാഗമാണ്. സ്കേർട്ട് ഭാഗം വേറെ ഒന്നുമില്ല, നമ്മുടെ 2 ഭാഗം സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മുടെ അരവണ്ണം എത്രയാണോ വരുന്നത് അരവണ്ണത്തിൻ്റെ അത്രയ്ക്ക് ഫ്രില്ലിട്ട് വെക്കുക. 2 ഭാഗത്തിനും ഫ്രില്ലിട്ട് വെക്കുക. ഇത് 2 ഭാഗം നമ്മൾ ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഈ ബോഡി ഭാഗം അരവണ്ണം ഈ സ്കേർട്ട് ഭാഗം തമ്മിൽ ജോയിൻ്റ് ചെയ്യുക. അതൊക്കെ സാധാരണ നമ്മൾ ഫ്രോക്കിലൊക്കെ ജോയിൻ്റ് ചെയ്യണ പോലെ തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ രണ്ടും വെച്ചിട്ട് ഒപ്പാക്കണം. ആദ്യം തന്നെ ഫ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് ഒപ്പാക്കിയതിന് ശേഷം ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പിടിച്ച് ഞാൻ ഒപ്പാണോ എന്നാണ് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയപ്പോൾ ഒപ്പം തന്നെയാണ്. അപ്പം പിന്നെ അത് വെച്ച് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണ്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോഴും ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യാം. പിന്നെ ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. വലിയ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല, ഇതൊക്കെ നോർമൽ സ്റ്റിച്ചിങ് ആണ്. ഇടയിൽ നൂല് പൊട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇത്തിരി ലാഗ് ആവണത്. നൂല് എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ അവിടെ ഇത് 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ സ്കേർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ആ 2 ഭാഗം വെച്ച് കഴിഞ്ഞാൽ തന്നെ സ്കേർട്ടിൻ്റെ ഓൾമോസ്റ്റ് പണി കഴിയും. പിന്നെ നമുക്ക് വരുന്ന പണി അത് വയ്ക്കുമ്പോൾ അത് വലിച്ച് പിടിച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കയറ്റിറക്കം പോലെയൊക്കെ നിൽക്കും. നന്നായി വലിച്ച് പിടിച്ച് വെക്കണം, എന്നാൽ മാത്രമാണ് ശരിയാവുള്ളൂ. അപ്പോൾ പിന്നെ അതൊന്ന് വലിച്ച് പിടിച്ച് ഒപ്പത്തിന് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സൈഡ് കൂടിയും കുറഞ്ഞ് നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ 2 ഒപ്പത്തിന് അടിച്ചു കൊടുത്ത് നമുക്ക് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതും കൂടി അടിച്ച് 2 ഭാഗം ഫ്രണ്ടും ബാക്കും അതേപോലെ തന്നെ നോക്കി അടിക്കുക. അതേപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച്, അവിടെയൊക്കെ ഡബിൾ സ്റ്റിച്ച് വേണം, അല്ലെങ്കിൽ അവിടെയൊക്കെ പെട്ടെന്ന് പിന്നും. നമ്മൾ ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, 2 അടുപ്പ് അടിക്കാൻ ശ്രദ്ധിക്കാം. എന്തൊരു ഡ്രസ്സ് ചെയ്യുമ്പോഴും ഡബിൾ സ്റ്റിച്ച് എന്തായാലും ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഫുൾ അടുത്ത ഭാഗം കൂടെ അതേമാതിരി തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 സൈഡ് വണ്ണം അടിക്കുക. നമ്മുടെ വണ്ണം എത്രയാണ് വരുന്നത് അത്ര വണ്ണം അടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടി മടക്കി അടിക്കുക. വണ്ണം അടിച്ചതിന് ശേഷം അടി മടക്കി അടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് ഇതാണ് കേട്ടോ. നമ്മുടെ ഫ്രില്ലൊന്നും അധികം ഇതിൽ കാണില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം തുണി ആയതുകൊണ്ടാണ് കേട്ടോ. വേറൊരു കളറിലാണ് നമുക്ക് ആ ഫ്രില്ല് വെക്കുന്നത് വെച്ചാൽ ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് കണ്ടേനെ. ഇതാണ് ഇത് ബാക്ക് ഭാഗമാണ് കേട്ടോ. ബാക്കിൽ ഈ ഹുക്ക് വെച്ച് വയ്ക്കാൻ വേണ്ടി ഹോളിൻ്റെ ഹുക്ക് വെച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ഹുക്ക് വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കഴുത്തിന് വലച്ചു പോവും. പിന്നെ ഫ്രണ്ട് സാധാ വട്ടക്കഴുത്ത് തന്നെ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. ഇനി ഇത് ഇട്ടിട്ടും കൂടെ ഉള്ളത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം. ആൾ സമ്മതിക്കുമോയെന്ന് അറിയില്ല, നോക്കട്ടെ. സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് ഫുൾ ലെങ്ത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറക്കം കുറയണ്ട. ഇനി ഇറക്കം നിങ്ങളുടെ ഇഷ്ടത്തിനാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഞാൻ ഇത്തിരി ഇറക്കത്തിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ചധികം നാൾ യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഫുൾ ലെങ്ത്ത് ഫ്രോക്കായിട്ടാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.